ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചുരൽമലയിൽ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യം എന്താണ്? SKN ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും കഴിഞ്ഞ നേരത്തെ നമ്മുടെ IG ഉത്തരമേഖല IG K സേതുരാമനും അതുപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടർ, വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീയും പറഞ്ഞത് ഒരു കാരണവശാലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്നാണ്. അതായത് ഈ രജിസ്ട്രേഷൻ എന്ന നടപടിക്രമം ഒരു കാരണവശാലും വൈകരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു 5 മണി മുതൽ തന്നെ അല്ലെങ്കിൽ 6 മണി മുതൽ തന്നെ അവർക്ക് ഈ പ്രദേശത്തേക്ക് വന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം 7 മണിയോടുകൂടി ദുരന്ത സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഏതിലാണ് നിങ്ങൾക്ക് പ്രാവീണ്യം, ഏത് മേഖലയിലേക്കാണ് എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി കൊടുക്കണം. ഏത് സംഘടനയുടെ ഭാഗമായാണ് വരുന്നത്, അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായാണോ വരുന്നത്, ഇത്തരമുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞ് അത് കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ആ ലിസ്റ്റ്, എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം എന്ന ലിസ്റ്റ് അടക്കം, ആധാർ കാർഡിന്റെ കോപ്പി അടക്കം നൽകിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം സൂചിപ്പാറയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഒരവസ്ഥ വന്നു. ഈ പറയുന്നത് പോലെ രക്ഷാപ്രവർത്തകർ എന്ന പേരിൽ ചില ആളുകൾ, രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി തന്നെയാണ് ചില ആളുകൾ ചാലിയാർ നിലമ്പൂർ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് സൂചിപ്പാറ മലയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ അവർ ഒരു ദിവസം പൂർണ്ണമായി കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി അതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. അവരെ പൂർണ്ണമായി സൈന്യം എത്തി രക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ രക്ഷാപ്രവർത്തകരെ അടക്കം രക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കർശനമായ ഒരു മാർഗ്ഗനിർദ്ദേശം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു വല്ലാതെ പണിപ്പെട്ടു പോയത്, തൊട്ടപ്പുറത്ത് തന്നെ വീട് കുത്തി തുറക്കുന്നു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരം പോലീസിന്റെ പക്കൽ ലഭിക്കേണ്ടത്. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി രക്ഷാപ്രവർത്തകരായ ആളുകളെ പൂർണ്ണമായി അങ്ങോട്ട് കടത്തിവിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ചായിരുന്നു ഈ പറയുന്ന കൺട്രോൾ റൂം, ഇവിടെയാണ് ആ പേര് വിവരങ്ങളെല്ലാം നൽകി പോകേണ്ടിയിരുന്നത്. അങ്ങനെ അത് പൂർണ്ണമായി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. SKN. ശ്രീജിത്ത് ശ്രീകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത ഭൂമിയിൽ അടഞ്ഞുകിടന്ന ഒരു വീട് കുത്തി തുറന്ന് ആളുകൾ മോഷണം നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അപരിചിതർ വന്നാൽ അവരെ കൂടി തിരിച്ചറിയാനുള്ള അന്വേഷണം നടത്താൻ പോലീസിന് സമയം കാണില്ല. ഈ ദുരന്ത ഭൂമിയിലേക്ക് ആവശ്യമില്ലാത്ത ആളുകൾ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ തുടരട്ടെ. ഇപ്പോൾ ഈ ചാലിയാർ, നിങ്ങൾക്കറിയാം, ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയ ഒരു പുഴയാണ് ചാലിയാർ. ശാന്തമായി ഒഴുകുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും ചാലിയാർ പുഴ നമ്മുടെ മനസാക്ഷിയിലേക്ക് ദുഃഖഭരിതമായി ഒഴുകുന്നു. ചാലിയാർ പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ ആധുനിക ഉപകരണങ്ങൾ വെച്ചാണ് അന്വേഷണം നടത്തുക. മൃതദേഹങ്ങളും ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ കണ്ടെത്താനുള്ള ഏറ്റവും വ്യാപകമായ തെരച്ചിൽ നടക്കുന്നു. അവിടെ നിന്ന് സമീർ ബിൻ കരീം വീണ്ടും ചേരുന്നു. ചാലിയാർ പുഴയുടെ വിശദാംശങ്ങൾ, അവിടെ നടക്കുന്ന അന്വേഷണത്തിന് വിശദാംശങ്ങൾ നൽകാനായി പറയൂ. SKN ചാലിയാർ പുഴയിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ചാലിയാർ പുഴയിലേക്ക് സേനകളും സന്നദ്ധ പ്രവർത്തകരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിന് മുന്നോടിയായി എല്ലാവരെയും വിവിധ ടീമുകളായി തിരിച്ച് അവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ എണ്ണം കൃത്യമായി എടുത്ത് അങ്ങനെ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ച് വളരെ കൃത്യമായ ശാസ്ത്രീയമായ ചിട്ടയോട് കൂടി മാത്രമാണ് എല്ലാവരെയും കയറ്റിവിടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ചങ്ങാടത്തിൽ സേന നിലവിൽ വനത്തിനുള്ളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. ചാലിയാർ പുഴയിൽ ചങ്ങാടത്തിലേക്ക് അവർ കയറിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പോലീസിന്റെ തന്നെ ഒരു വിഭാഗം ഈ അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ഡ്രോൺ കൂടി എത്തിയിരിക്കുകയാണ്. ആ ഡ്രോണുമായി സേന നിലവിൽ വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ചാലിയാർ പുഴ ചങ്ങാടത്തിൽ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദിവാസി യുവാക്കളാണ് ഈ ചങ്ങാടം തുഴയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇരുട്ടുകുത്തി എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഴയ്ക്ക് ആഴം വലിയ രീതിയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ട് ഇവിടെ പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ഈ വർഷങ്ങളായി ആദിവാസി യുവാക്കൾ ഉപയോഗിക്കുന്ന ചങ്ങാടം ഇതിനായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ ചങ്ങാടത്തിൽ നിന്നും എറിഞ്ഞു കൊടുത്തിരിക്കുന്നത് കയറാണ്. വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ടാവുകയാണെങ്കിൽ മറുകരയിൽ നിന്നുകൊണ്ട് ആദിവാസി യുവാക്കൾ ഈ ചങ്ങാടത്തിൽ നിന്നും എറിഞ്ഞു കൊടുക്കുന്ന കയർ പിടിച്ച് അത് വലിച്ച് വളരെ ശക്തമായി ഒഴുക്കിനെ അവർ മറികടക്കുന്നത് ഈ മാൻപവർ ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ചങ്ങാടം തുഴയുന്നത് 2 പേർ ചേർന്നുകൊണ്ടാണ്. ഇരുഭാഗങ്ങളിലായി, അതായത് ചങ്ങാടത്തിന്റെ 2 അറ്റത്തായി 2 ആദിവാസി യുവാക്കൾ നിൽക്കും. അവർക്ക് മാത്രമാണ് ഈ ചങ്ങാടം തുഴയാൻ കഴിയുക, അവർക്ക് മാത്രമാണ് അതിനുള്ള ശേഷിയുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ചങ്ങാടത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
എന്നാൽ അവരിപ്പോൾ ഏതാണ്ട് പുഴയുടെ മധ്യഭാഗത്തെത്തി വനത്തിന്റെ ഭാഗത്തേക്ക് ചിലർ പുഴയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ്. 3-4 പേർ ചേർന്നുകൊണ്ടാണ് ഈ എതിർ വശത്തേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്ന കയർ പിടിച്ച് വലിച്ച് ചങ്ങാടത്തെ നിയന്ത്രിച്ച് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ആ ചങ്ങാടത്തിലുള്ളത് ഒന്ന് ഈ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള പ്രവർത്തിക്കുന്ന ഡ്രോൺ ഉപയോഗിക്കുന്ന ഒരു സംഘമാണ്. അവർ വനത്തിനുള്ളിലേക്ക് കയറുകയാണ്. കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഡ്രോൺ പറത്തിക്കഴിഞ്ഞാൽ വനത്തിനകത്തുള്ള ഇടങ്ങളിൽ പരിമിതികളുണ്ട് അതിന് ദൂരം പോകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിൽ എത്തിച്ച് കൂടുതൽ നടന്നു കയറാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഡ്രോൺ പറത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വനപ്രദേശങ്ങളിലേക്ക് ഈ ഡ്രോൺ പറന്നു കയറാൻ കഴിയുമെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡ്രോൺ ഉപയോഗിക്കുന്ന സംഘം ആദ്യം തന്നെ ഈ ചങ്ങാടം വഴി മറുകരയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ കൂടുതൽ സേനാംഗങ്ങൾ, പ്രത്യേകിച്ച് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും തണ്ടർ ബോൾട്ട് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ ഈ ചങ്ങാടം തിരിച്ചു വരുന്ന ഭാഗത്തേക്കായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങാടം നിലവിൽ ഈ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ചങ്ങാടം വീണ്ടും ആദിവാസി യുവാക്കൾ തുറഞ്ഞുകൊണ്ട് എതിർവശത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഓരോ ടീമുകളെ ഈ ചങ്ങാടം വഴി മാത്രമാണ് അങ്ങോട്ടേക്ക് നിലവിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തിന് ഏറെ താഴെ ഭാഗത്ത് പുഴ മുറിച്ചു കടന്നും ആളുകൾ ഈ മറുകരയിലേക്ക് കടക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ അതും ആ പ്രവൃത്തി ആരംഭിക്കും. പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള യുവാക്കളാണ് ഈ പോത്തുകൽ ഭാഗത്തുള്ള ഈ പുഴയെ കൃത്യമായി അറിയാവുന്ന, ഇവിടെ മീനെല്ലാം തന്നെ പിടിച്ചു നടക്കുന്ന, ഈ പുഴയെ കൃത്യമായി ധാരണയുള്ള, കാടിനെ കൃത്യമായി ധാരണയുള്ള ഇവരായിരിക്കും ഈ ഭാഗത്ത് പുഴ നടന്നുകൊണ്ട് മുറിച്ചു കടക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ ചങ്ങാടം വഴി ആദ്യ സംഘം ആ വനത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിലവിൽ ചങ്ങാടം വീണ്ടും ഈ തുഴഞ്ഞ് മുകൾ ഭാഗത്തേക്ക് എത്തിച്ച് ആ ചങ്ങാടം മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ എടുത്തു വരേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഈ ചാലിയാർ പുഴയ്ക്ക് നടുഭാഗത്തായി ഒരു വലിയൊരു പാറക്കല്ല് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണാമെന്ന് മനസ്സിലാക്കുന്നു. ഈ പാറക്കല്ലിന്റെ ലെവൽ അനുസരിച്ചുള്ള വെള്ളം ഉണ്ടാകുന്ന സമയത്ത് പാറക്കല്ലിൽ ഏതറ്റം വരെ വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാണ് ആദിവാസി യുവാക്കൾ പുഴയിലുള്ള മൊത്തം ഏരിയയിലുള്ള വെള്ളത്തിന്റെ ഒരു ആഴവും അളവും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ജലനിരപ്പ് മനസ്സിലാക്കാൻ അവരുപയോഗിക്കുന്ന മാർഗം ഈ പാറയുടെ ഏതറ്റം വരെ വെള്ളമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായ പ്രളയത്തിലാണ് ഈ പാറക്കെട്ട് ഇവിടെ അടിഞ്ഞു ചേർന്നത്. പിന്നീട് നീക്കം ചെയ്യാൻ ആദിവാസി യുവാക്കൾ സമ്മതിച്ചിട്ടില്ല. കാരണം അവർക്ക് പുഴയുടെ ജലനിരപ്പ് അറിയാവുന്നത് ഈ പാറയിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളതിന് അളവ് നോക്കിയാണ് എന്നുള്ളതാണ്. ഏതായാലും 2019 പ്രളയത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നു. അത് പിന്നീട് പുനർനിർമ്മിച്ചിട്ടില്ല. അതാണ് നിലവിൽ ഈ മുറിച്ചു കടക്കുന്നതിനുള്ള പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പ്രതിസന്ധി എല്ലാം മറികടക്കുന്നു. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധിയും മറികടന്നുകൊണ്ട് ഒരു കൂട്ടായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകം സന്നദ്ധ പ്രവർത്തകരാണ്. അതിലും ഏറ്റവും നിർണായകം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആദിവാസി യുവാക്കളാണ്. ഈ കനത്ത കുത്തൊഴുക്കിന് വകവെക്കാതെ പോലും അവരുടെ കൈക്കരുത്ത് കൊണ്ടാണ് ഈ ചങ്ങാടം മറുഭാഗത്തേക്ക് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ഒരു വാർത്ത നിഖിൽ പരമേശ്വർ റിപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ വഴി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. മാത്രമല്ല ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ഇന്ന് വ്യാപകമായി നടക്കുന്ന കാര്യമാണ്. നടപടിയെടുക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം. നിങ്ങൾക്ക് മറ്റൊരു കാര്യം, ഈ വെള്ളാർമല സ്കൂള് നിങ്ങൾക്കറിയാം. ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികളുടെ വിയോഗത്തിന് സാക്ഷ്യം വഹിച്ച പള്ളിക്കൂടമാണ്. ദുരന്തം പെയ്തിറങ്ങിയ ഒരു സ്കൂളായി ഇത് മാറി. വെള്ളാർമല സ്കൂളിൽ നിന്നും S. വിജയകുമാർ നമുക്കൊപ്പം ചെന്ന് ചൂരൽമലയിലെ സ്കൂളാണ്. വെള്ളാർമലയിൽ ഈ ഒരുപാട് അനുഭവിച്ച് നിൽക്കുന്ന ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയ ഈ പള്ളിക്കൂടം. SKN വെള്ളാർമല VHC എന്നത് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒരു പ്രതീകമായി എത്ര കാലവും കുറെ കാലത്തേക്ക് നിലകൊള്ളും. കാരണം ഈ സ്കൂളിൽ നിന്ന് ഇന്നലെ ഇവിടുത്തെ മനോജ് മാസ്റ്റർ അദ്ദേഹം പറയുകയായിരുന്നു 50ഓളം കുട്ടികളെ കാണാനില്ല എന്നുള്ളത്. അതിൽ ചിലർ മരിച്ചിട്ടുണ്ട്, അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനിയും കുട്ടികളെ കാണാനുണ്ട്. അപ്പോൾ 50ഓളം ഇവിടുത്തെ മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂളിന്. ആ സ്കൂള് ഒരു പ്രതീകമായി ഇങ്ങനെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രതീകമായി നിലകൊള്ളുകയാണ്. ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ കരച്ചിൽ എന്നത് നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണടച്ചാൽ ആ കരച്ചിൽ നമ്മളുടെ ചെവിയിലും കണ്ണിലുമൊക്കെ വന്ന് അലയ്ക്കും. അത്രത്തോളം വലിയ സങ്കടമായിരുന്നു ഉണ്ണികൃഷ്ണൻ മാഷിന്റെ കരച്ചിൽ. അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഈ സ്കൂൾ കണ്ട് ഹൃദയം തകർന്നാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ അധ്യാപികമാരോടൊന്നും ഇവിടേക്ക് വരരുത് എന്ന് പറയണം, കാരണം അവരൊക്കെ വന്ന് അവർക്കൊന്നും സഹിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ രാവിലെ ദൗത്യ സംഘങ്ങൾ പാലത്തിലൂടെ അക്കരയിലേക്ക് പോകുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. ഈ ദൂരെ കാണുന്ന റോഡാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് പോകാനുള്ള വഴി. അതിലെ രക്ഷാപ്രവർത്തകർ എന്നവരെ പറയുന്നില്ല, തിരച്ചിൽ സംഘങ്ങൾ അവിടേക്ക് പോവുകയാണ്. യന്ത്രസാമഗ്രികളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ
വലിയ JCB മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഏത് സമയത്തും ഏത് സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആളുകളുടെ മൃതദേഹം കണ്ടെത്തിയാൽ അത് കൊണ്ടുവരാനുള്ള എന്താണ് ഉപകരണങ്ങളൊക്കെ ആയിട്ടാണ് ഈ ദൗത്യ സംഘങ്ങൾ അവിടേക്ക് പോകുന്നത്. ഇതിൽ ഫയർഫോഴ്സും NDRF-ഉം നാട്ടുകാരുടെ സംഘവും ആണ് ഇതിൽ കൂടുതലും ഉണ്ടാവുക. അതിനൊപ്പം മേളിൽ ഈ മുണ്ടക്കയിലും ഒക്കെ ആർമിയുടെ സംഘം അവിടെയുണ്ട്. അവരവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരും ഈ സംഘത്തോടൊപ്പം ചേരും. ഇനിയിപ്പോൾ ഐബോർഡ് സംഘം കൂടി അവിടെ എത്തും. ഐബോർഡിന്റെ സഹായം ആ മേഖലയിലായിരിക്കും ആദ്യം ഉണ്ടാവുക. ഇന്നലെ നമ്മൾ ഈ നിൽക്കുന്ന വെള്ളാർമല VHSCയുടെ മുൻപിൽ ഈ പുഴയോടത്ത് ഐബോർഡ് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന ഇവിടെ ഒരു ട്രയലാണ് നടത്തിയത്. അത് വിജയകരമായി ആ ട്രയൽ അവർ പൂർത്തിയാക്കിയതാണ്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഇന്ന് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗത്തു നിന്നാണ് ഈ മല പൊട്ടി ഒഴുകിയിരിക്കുന്നത്. അതിന്റെ പാറ കഷ്ണങ്ങളൊക്കെ ആ ഭാഗത്ത് ഇങ്ങനെ കൂടുതൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും അധികം ഈ നമ്മൾ ഈ നിൽക്കുന്ന വെള്ളാർമല VHSCയുടെ മുന്നിലൂടെയുള്ള റോഡ് വെള്ളാർമല VHSC റോഡ്, സ്കൂൾ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പഞ്ചായത്ത് റോഡാണ്. ഈ മേപ്പാടി പഞ്ചായത്തിലെ 12ാം വാർഡാണ് ഈ ഭാഗം. ഈ 12ാം വാർഡ് ആ റോഡ് ഏതാണ്ട് 3-4 കിലോമീറ്റർ ദൂരത്തോളമുണ്ട്. ആ റോഡിന്റെ ഇരുവശവും തിക്ലി പോപ്പുലേറ്റഡ് എന്ന് നമുക്ക് പറയാം. ജനവാസ കേന്ദ്രങ്ങളാണ്. ചെറിയ ചെറിയ വീടുകൾ ആളുകൾ വെച്ച് താമസിക്കുന്ന, എല്ലാവരും ഈ ദൈനംദിന ജീവിതത്തിന് പുറത്തേക്കൊക്കെ പോവുകയും മേപ്പാടിയിലേക്കും ഒക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന, കൽപ്പറ്റയിലേക്കൊക്കെ പോയി അങ്ങനെ ജീവിതം നയിക്കുന്ന ചെറിയ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ടാക്സി ഓടിക്കുന്നവർ, ഈ ടൂറിസം മേഖലയിൽ ജോലിയെടുക്കുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ അത്തരം ആളുകളെ കൊണ്ട് ആളുകൾ താമസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രമായിരുന്നു ഈ വെള്ളാർമല സ്കൂളിന്റെ റോഡിന്റെ ഇടത്തും വലത്തുമുള്ള ഭാഗങ്ങൾ. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയും ഒക്കെ അവിടെ ചെന്നപ്പോൾ അവിടെ വീടുകളുടെ എണ്ണം ഏതാണ്ട് 100-150 വീടുകളുള്ളിടത്ത് വളരെ തുച്ഛമായ വീടുകൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ഒന്നുകിൽ പൂർണ്ണമായും ഒഴുകിപ്പോയി, അല്ലെങ്കിൽ അത് തകർന്നടിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളവരെ പറ്റി വിവരമില്ല. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ പറയുന്നത് ഈ കാണാതായവരുടെ കണക്ക് സർക്കാർ ഇപ്പോൾ 200-250 എന്ന് പറയുന്നത് അവർ വിശ്വസിക്കാത്തത് അതുകൊണ്ടാണ് എന്ന് അവർ തന്നെ പറയുന്നു. പക്ഷെ അത് നമുക്കറിയില്ല. അപ്പോൾ അത് ഗവൺമെന്റിന്റെ പക്കലുള്ള കണക്കിനെയാണ് നമ്മൾക്ക് ഔദ്യോഗികമെന്ന് പറയാൻ കഴിയും. നാട്ടുകാർ നൽകുന്ന വിവരം സർക്കാർ പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിൽ എന്താണ് സർക്കാരിന്റെ ഒരു വിവരം, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഒരു വിവരം എന്ന് റവന്യൂ വകുപ്പാണ് വിശദീകരിക്കേണ്ടത്. അപ്പോൾ കാണാതായവരെ അവരുടെ എണ്ണമില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് ഈ തെരച്ചിലിന്റെ ഈ ദിവസവും ഈ തെരച്ചിൽ സംഘം മുകളിലേക്ക് പോകുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന നമ്മൾ ഈ പറയുന്ന 6ാം ദിവസവും ആളുകളുടെ എണ്ണമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർക്ക് SKനും കാണാം, ഈ വലിയ സംഘമായാണ് ഈ തെരച്ചിൽ സംഘം മുകളിലേക്ക് പോകുന്നത്. അവരുടെ സേവനം എത്ര നിസ്വാർത്ഥമാണെന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയും. അവരെല്ലാ ദിവസവും രാവിലെ 6 മണിയോടെ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വരും. ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവരുടെ പ്രത്യേക വേഷവും ഒക്കെ ധരിച്ച് ഹെൽമെറ്റും അതുപോലെ തന്നെ ഈ പിക്കാസും കോടാലിയും അതുപോലെ തന്നെ ചെറിയ ഈ മരങ്ങൾ മുറിക്കുന്ന യന്ത്രങ്ങളും അതിനുപയോഗിക്കേണ്ട ഇന്ധനം ഡീസലാണ്, അതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഹെവി ലോഡാണ്. അപ്പോൾ അവിടേക്ക് അധിക വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. ജീപ്പിന് മാത്രമാണ് അവിടേക്ക് കടന്നു പോകാൻ കഴിയും. ഇത്രയും ആളുകളെ കൊണ്ടുപോകാൻ അവിടെ ജീപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വലിയ തലച്ചുമടായി സാധനങ്ങളൊക്കെ എടുത്തു പോവുകയാണ്. ഇവരുടെ പിന്നാലെയാണ് പിന്നീട് ഇവരെ സഹായിക്കാൻ ഭക്ഷണപ്പൊതിയുമായി അടുത്ത സംഘം പോകുന്നത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ ഈ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഭക്ഷണ വിതരണം ഏതാണ്ട് അവസാനിപ്പിച്ചു എന്ന് കേൾക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് ഭക്ഷണം നമ്മൾ ഇവിടെ നിന്നെങ്കിലും കരുതി പോകണം, അല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും ആഹാരം കൊടുക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തെ 1000 പേർക്ക് 800 പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ ഈ സന്നദ്ധ സംഘടനകളും ഒക്കെ നടത്തുന്നത് കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ന് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞു. അതിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ അത് എന്താണ് അവരോട് എന്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്നത് സർക്കാർ പറയുന്നില്ല എന്നൊരു പരാതിയും അവർ പറയുന്നു. അവർ പണപ്പിരിവൊന്നും നടത്താതെ ഈ ഉൽപ്പന്നപ്പിരിവ് എന്ന് വെച്ചാൽ ആളുകൾ കൊടുക്കുന്ന അരിയും സാധനങ്ങളും ഒക്കെ ഒരു സ്ഥലത്ത് പാകം ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഭക്ഷണ വിതരണം ഇല്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എങ്ങനെ ഭക്ഷണം സർക്കാർ തന്നെ ഈ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഈ മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും ഒക്കെ ഉള്ളവർക്ക് എന്തായാലും അവിടെ ഭക്ഷണം എത്തിച്ചേ മതി, അവർക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ട അത്രയും ആളുകൾ അവിടേക്ക് മുണ്ടക്കൈ മേലെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ആ ഭാഗത്തേക്ക് കയറിപ്പോയവരാണ്. അവരിനി ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 4 മണി തൊട്ടാണ്. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാലിയാർ പുഴയിൽ നടക്കുന്ന തെരച്ചിലിറങ്ങിയ നമ്മുടെ രക്ഷാസേനയുടെ തത്സമയ ദൃശ്യങ്ങളാണ്. അവർ പുഴ കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ ചാലിയാർ പുഴ പോലെ ഏത് സമയവും അതിൻ്റെ ഗതിവേഗം കൂടാമെന്നുള്ളൊരു പുഴയ്ക്ക് കുറുകെ
സംഘമായി അവർ നടന്നു കയറാൻ ശ്രമിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എത്ര മനുഷ്യരാണ് ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിന് ശേഷം അവിടെ സ്വന്തം ജീവൻ കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും. ഒരുപാട് ആളുകൾ ഇന്ന് വ്യാപകമായി നിലമ്പൂരിൽ നടക്കുന്ന നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും അതേപോലെ ചാലിയാർ പുഴയുടെ തീരത്തും വനമേഖലകളിലും നടക്കുന്ന തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ടെന്ന് വളരെ വ്യാപകമായി തിരച്ചിൽ നടത്തുമെന്നാണ് മലപ്പുറം ജില്ലാ കളക്ടറും വയനാട് ജില്ലാ കളക്ടറും അതേപോലെ ഉത്തരമേഖല IG കെ സേതുരാമൻ നമ്മോട് അല്പം മുമ്പ് പറഞ്ഞത്. വളരെ ശാസ്ത്രീയമായ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ. മൃതശരീരങ്ങളും മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒഴുകി നടന്ന ഈ പുഴ എവിടെയെങ്കിലും ഇനി മൃതദേഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഈ ദൗത്യത്തിൽ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ സംഘം ചേരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ആളുകൾ ടൂറിസ്റ്റുകളായി എത്തരുത് എന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ 24നോട് പറഞ്ഞത്. ഡിസാസ്റ്റർ ടൂറിസം ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട സംഭവമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പുഴ ഒരുപക്ഷെ ചാലിയാർ പുഴ നമ്മുടെ കേരളത്തിൻ്റെ ഗതിവേഗമുള്ള പുഴകളിൽ ഒന്ന് തന്നെയാണ് ഈ ചാലിയാർ. 44 നദികൾ കേരളത്തിലുണ്ടെന്നറിയാം. അതിലൊരു ഈ ചാലിയാർ നദി നമ്മുടെ സംസ്കാരത്തിൻ്റെ പുഴ കൂടിയായിരുന്നു. ഇന്നിപ്പോൾ വലിയൊരു ദുരന്തത്തിൻ്റെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഒഴുകുന്ന പുഴയായിട്ട് ദുസ്വപ്നങ്ങൾ ഒഴുകുന്ന പുഴയാണ് ഇപ്പോൾ ചാലിയാർ. നൂറുകണക്കിന് ആളുകൾ പുഴ കടന്ന് വനമേഖലയിലേക്ക് കടക്കുകയാണ് അന്വേഷണത്തിനായി. ഏതെങ്കിലും പ്രദേശത്ത് ഒരു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനായി നൂറുകണക്കിന് ആളുകൾ സന്നദ്ധമായി ഇറങ്ങിയിരിക്കുന്നു അന്വേഷിച്ച് കണ്ടെത്താൻ.